മുംബൈയിൽ കുട്ടികളെ ബന്ദികളാക്കിയ രോഹിത് ആര്യയുടെ മരണത്തിലേക്ക് നയിച്ച പോലീസ് ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന ആരോപണവുമായി അഭിഭാഷകൻ നിതിൻ സത്പുടെ രംഗത്ത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും അഭിഭാഷകൻ പറഞ്ഞു. മുംബൈ പവായ് സ്റ്റുഡിയോയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഏറ്റുമുട്ടലായിരുന്നില്ലെന്നും കൊലപാതകമായിരുന്നുവെന്ന ആരോപണം ഉന്നയിച്ച് അഭിഭാഷകൻ നിതിൻ സത്പുടെ രംഗത്ത്. हा एन्काउंटर नाही, ही हत्या होती. एन्काउंटर करण्याकरता क्रॉस फायरिंग, टेररिझम जेव्हा असतं किंवा गँगस्टर असतात, जेव्हा त्या ठिकाणी दोन्ही बाजूने गोळ्या चालल्या जातात किंवा अशी परिस्थिती असते स्वतःला कसं वाचवायचं. കുട്ടികളെ ബന്ദികളാക്കിയ രോഹിത് ആര്യയെ കൊല്ലാതെ തന്നെ പോലീസിന് അനുനയിപ്പിക്കാമായിരുന്നുവെന്നും സത്പുതെ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസിന് അയാളുടെ കയ്യിലോ കാലിലോ വെടിവെക്കാമായിരുന്നുവെന്നും ഹീറോയിസം പ്രകടിപ്പിച്ചാണ് നെഞ്ചിൽ വെടിവെക്കാൻ തീരുമാനിച്ചതെന്നും സത്പുതെ പറയുന്നു. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് യോജിച്ച നടപടിയായിരുന്നില്ലെന്നും സത്പുതെ ചൂണ്ടിക്കാട്ടി. രോഹിത് ആര്യയുടെ കൈവശം തോക്കുണ്ടായിരുന്നുവെന്നത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സത്പുതെ പറയുന്നു. രോഹിത് ആര്യ ഒരു തീവ്രവാദിയല്ലെന്നും പൂർത്തിയാക്കിയ സർക്കാർ ജോലിയുടെ പ്രതിഫലം ആവശ്യപ്പെട്ട് നേരത്തെ നിരാഹാരം നടത്തിയിരുന്നുവെന്നും സത്പുതെ പറഞ്ഞു. आणि मागच्या काही दिवसापासून महिन्यापासून सरकारकडे तो याचना करतोय की माझी पैसे मला द्या. तो आत्महत्येचा प्रयत्न करतोय, तो उपोषण करतोय, तो उपोषण करून तो बेशुद्ध होतोय, तो हॉस्पिटलला ॲडमिट होतोय, आंदोलन करतोय, बऱ्याचशा गोष्टी करतोय, पण सरकार त्याचे पैसे देते. അയാളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് പകരം സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ് ഈ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതെന്നും രോഹിത് ചൂണ്ടിക്കാട്ടി. അയാൾ ഒരു കുറ്റവാളിയല്ലെന്നും വെടിയുണ്ടകളല്ല സഹായമാണ് അയാൾ തേടിയതെന്നും സത്പുടെ പറയുന്നു. പ്രേംലാൽ, ഡെയിലി ന്യൂസ്, മുംബൈ.